എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ അരിയൊന്നും അരയ്ക്കാതെ 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം. പണ്ട് മുതലേ അമ്മ ഇങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നത്. ഞാൻ പണ്ടും ഇതേ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മടിയുള്ളവർക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 240 ml അളവിനുള്ള കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പിൻ്റെ പകുതി അളവിന് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അതായത് 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ റവ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മുരുമുരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിന് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. വാങ്ങിക്കാൻ കിട്ടുന്ന ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ശർക്കരപ്പൊടിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനീയം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 1/2 കപ്പും 1/4 കപ്പൂടെ ചേർത്ത് മൊത്തം 1/4 കപ്പ് അളവിനാണ് ഞാൻ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കര പാനീയമാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിന് ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടെ മിക്സിയിലിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പണ്ട് ഉണ്ടാക്കിയ റെസിപ്പിയിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ലായിരുന്നു. അമ്മ ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. പകരം ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മളിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. 2 പഴം ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴം നമ്മൾ അടിച്ചെടുത്തതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ സമയത്ത് കൈ വെച്ചും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്, ഇടിയപ്പത്തിൻ്റെയൊക്കെ സമയത്ത് കുഴച്ചെടുക്കുന്ന പോലെ. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടും ഇത് അടിച്ചെടുക്കാം. നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇട്ടപ്പം മിക്സിയിലാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് എത്ര വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വേണം പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല ഉണ്ണിയപ്പത്തിന് റെഡിയാക്കുന്നത്. ബാറ്റർ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ചിരകിയ തേങ്ങ ചേർത്താലും മതിയാവും. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഞാൻ ചിരകിയ തേങ്ങ തന്നെയാണ് ഇതുപോലെ നെയ്യിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ ആവുന്നവരെ മാത്രം വറുത്തെടുത്താൽ മതിയാവും. ഇതോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. ചെറിയൊരു പോറബിൾ കൺസിസ്റ്റൻസിയാണ്, എന്നാൽ ലൂസും അല്ല. ഇതുപോലെ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും നിറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് നിറച്ച് നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. കാരണം ഇത് ചൂടാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ സ്പൂൺ വെച്ച് വടിച്ചെടുത്തിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഒരു മീഡിയം ലോയിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറവശം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾഭാഗം വേകാതെ ഇരിക്കും. ഒരുപാട് അങ്ങ് കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയും കുടിക്കും. അതുകൊണ്ടൊരു മീഡിയം അല്ലെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ പലഹാരത്തിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സദ്യയിലെ പരിപ്പും അവിയലും മധുരപ്പച്ചടി ഉൾപ്പെടെയുള്ള റെസിപ്പികളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. പുതിയ റെസിപ്പി വീഡിയോ എല്ലാം വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.